Watch full episodes on Jio Hotstar. വിക്രാലിന്റെ താളത്തിനൊത്ത് ലോകം മുഴുവനും തുള്ളിക്കൊണ്ടിരിക്കും. ഇത് പീറ വേദാസിറ്റിക്കാർ. ഇവരെ എല്ലാവരെയും എന്റെ താളത്തിനൊത്ത് ഞാൻ തുള്ളിച്ചിരിക്കും. നീ എവിടെ നിൽക്കേ? ഇതൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ. വന്നോട്ടെ. അവിടെ നിൽക്ക്. നീ ഇങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല. വേണ്ട, അങ്ങനെ ചെയ്യല്ലേ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. ഈ നഗരം മുഴുവൻ എന്റേതാണ്. ഞാനിവിടെ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പാർക്കായ അമ്യൂസ്മെന്റ് പാർക്ക് പണിയാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ നഗരം വിട്ട് പോയേ പറ്റൂ. എല്ലാവർക്കും അവരവരുടെ വീടിന്റെ വില എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നിരിക്കും. ഇതിൽ ആർക്കെങ്കിലും എതിരുണ്ടെങ്കിൽ എന്റെ മുമ്പിലേക്ക് വരാം. എടോ, വഴിന്ന് മാറേ. എന്തിനാ നടക്കുന്നേ? മര്യാദയ്ക്ക് വണ്ടി എടുത്ത് മാറ്റ. തുറക്ക്, ഈ വാതിൽ എങ്ങനെയെങ്കിലും തുറക്ക്. ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഹലോ ഹലോ ഹലോ, പോലീസ്. ഞാൻ പ്രിൻസ് വിക്രാലാണ് സംസാരിക്കുന്നത്. എന്നെ ഇവിടെ അപകടപ്പെടുത്താൻ നോക്കുന്നു. ഗുണ്ടകൾ അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്കോ? പ്രിൻസിനാരോ ആക്രമിക്കാൻ നോക്കിയത്. സമയം കളയണ്ട, ഇടറാം. പോലീസിനെ വിളിക്കേ. പോലീസിന്റെ അടുത്ത് വേഗം കംപ്ലൈന്റ് കൊടുക്കേ. ഓ, ഇയാളെ കൊണ്ട് ഞാൻ വലിഞ്ഞു. നമ്മളെ പോലീസല്ലേ. കംപ്ലൈന്റ് കിട്ടിയതും നമ്മളല്ലേ ആക്ഷൻ എടുക്കേണ്ടത്. ശിവ,
കുട്ടി, എന്താ കാര്യം? എന്തിനാ ഇങ്ങോട്ട് വന്നേ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഹലോ അങ്കിൾ, എന്റെ കയ്യിൽ നിന്ന് ഇടി മേടിക്കുന്നു അല്ലെങ്കിൽ കാറ് മര്യാദയ്ക്ക് താഴെ ഇറക്കുന്നു. നീ മിടുക്കനാണല്ലോ. നീ നല്ലോണം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിന്റെ പേരെന്താണ്? എന്റെ പേര് ശിവ എന്നാണ് സർ. കൊള്ളാം, നല്ല പേര്. നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എന്റെ പാലസിൽ വരൂ, ഞാനൊരു സമ്മാനം തരാം. അതിരിക്കട്ടെ, ആ ലഡ്ഡു സിംഗ് എവിടെയാണ്? ഞാനിതാ എത്തിക്കഴിഞ്ഞു സാർ. ഞാൻ വന്നല്ലോ. ഐ എം പ്രസന്റ് സാർ. എല്ലാരും ഞാൻ ഓടിപ്പിച്ചു വിട്ടു, എല്ലാറ്റിനെയും. ആഹാ, നിങ്ങളല്ല, ശിവയാണ് ഓടിച്ചത്. ഇവൻ എന്റെ ശിഷ്യനല്ല സർ. ഞാനല്ലേ ഇവനെല്ലാം പഠിപ്പിക്കുന്നത്. ഓരോ പാഠങ്ങളും ഇവനെ പഠിപ്പിക്കുക. ചെറുക്കൻ വലിയ മിടുക്കനാണ്. അവനെല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കും. ഞാൻ ഈ നഗരത്തിൽ വന്നതും എന്നെ അപകടപ്പെടുത്താൻ നോക്കി. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ളവർക്ക് ഒന്നും തന്നെ കൊടുക്കില്ല. ഒരു ചില്ലി പൈസ പോലും ഞാൻ കൊടുക്കില്ല. ഈ വേദ നഗരത്തിൽ താമസിക്കുന്നവർക്കൊക്കെ ഇപ്പം ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ ഈ നഗരം വിട്ട് ഇവിടെയുള്ള എല്ലാവരും പോയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും ക്രൂരമായി പുറത്താക്കിയെന്നിരിക്കും. ഇതെന്താ ഇയാള് ഇങ്ങനെയൊക്കെ പറയുന്നേ? പ്രിൻസിന്റെ പൂർവികരൊക്കെ മഹാദയാലുകളായിരുന്നു. പക്ഷെ ഇയാൾ ആള് ക്രൂരനും മഹാപിശുക്കനാണെന്ന് തോന്നുന്നു. എന്റെ മുത്തശ്ശൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ രാജാവ് വേദാന്തകുമാർ തന്റെ ഒസ്യത്തിൽ ഈ നഗരത്തെ വേദാനഗരത്തിലെ ജനങ്ങൾക്കായി കൊടുത്തെന്ന്. ആ ഒസ്യത്ത് എവിടെയാണ് മുത്തശ്ശ വെച്ചിരിക്കുന്നത്? അത് ഇപ്പൊ എവിടാണെന്ന് അറിയില്ല മോനെ. പക്ഷെ ഒരു കാര്യം, എന്റെ മുതുമുത്തശ്ശൻ വേദാന്തകുമാർ രാജാവിന്റെ മന്ത്രിയായിരുന്നു. ഒരിക്കൽ രാജാവിന് രോഗം പിടിപെട്ടു. അദ്ദേഹത്തെ ചികിത്സിക്കാനായി അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. പോകുന്നതിനു മുമ്പ് എന്റെ മുതുമുത്തശ്ശനെ വിളിച്ച് രഹസ്യമായൊരു കാര്യം പറഞ്ഞു. ആചാര്യജി, എനിക്കിപ്പോ നിങ്ങളെ മാത്രമേ വിശ്വാസമുള്ളൂ. ഞാൻ ചികിത്സയ്ക്കായിട്ട് കുടുംബസമേതം അമേരിക്കയിലേക്ക് പോവുക. ഒരു പക്ഷെ തിരിച്ചു വരില്ല ഞാൻ. ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. ഈ നാട്ടുകാർക്ക് വേണ്ടി ഞാനൊരു വിൽപത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വിൽപത്രം വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു തെറ്റായ ആളിന്റെ കയ്യിൽ പോയി പെടരുതല്ലോ ഇതൊന്നും. ആ ഒസ്യത്ത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഗാർഡ്, ഗാർഡ്! ആ ഒസ്യത്ത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും.
ഭീംസിംഗ്, സാറേ. ഒരു നിമിഷം എന്റെ കൂടെ ഒന്ന് വരാമോ? അവിടെ നോക്ക്. ഇതാണ് ആ ഡയറി വേദാന്ത രാജാവ് മുതുമുത്തശ്ശന് കൊടുത്തത്. എന്നാൽ അതിൽ ഒസ്യത്തുണ്ടായിരുന്നില്ല. ഈ ഡയറിയിൽ ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അല്ല, മുകളിൽ കാണുന്ന തിലക്കത്തേക്കാൾ താഴെയുള്ള തിലക്കമാണ് ശരിക്കുമുള്ളത്. അതുപോലെ ബുദ്ധിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ അത് വയറിൽ നിന്നുമാണ് കിട്ടുക. ഇങ്ങനെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ആ വാക്കുകളിൽ ശരിക്കുള്ള ഓസ്യത്തിന്റെ രഹസ്യം അടങ്ങിയിട്ടുണ്ട് ശിവ. അതുകൊണ്ടാണ് രാജാവ് ഈ ഡയറി മുതുമുത്തശ്ശന് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇതിന്റെ രഹസ്യം കണ്ടുപിടിക്കൂ. അതിനുള്ളിൽ ഞാൻ ആ പ്രിൻസിനെ കണ്ടുപിടിച്ചിട്ട് വരാം. ഞാൻ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് ചിലപ്പോ ഞാൻ പറയുന്നത് അദ്ദേഹം കേൾക്കുമായിരിക്കും. നമ്മളോട് വേദനഗരത്തിൽ നിന്ന് പോകണ്ടെന്നും പറയുമായിരിക്കും. ഇവിടെ ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാ അകത്ത് കടക്കാ? വേദനഗരത്തിലുള്ളവർക്ക് ഒന്നും കൊടുക്കില്ലെന്ന് പറഞ്ഞില്ലേ? കാരണം എന്താണെന്നറിയോ? ഇവിടെയുള്ളവർ എന്നെ കൊല്ലാൻ നോക്കിയതാണ്. ഇനി ഞാൻ എല്ലാവരെയും കൊന്നോളാം. പ്രിൻസ് വിക്രാൽ, നമസ്കാരം. ആ ശിവ, വരൂ. നീ എന്റെ ജീവൻ രക്ഷിച്ചവനല്ലേ? മല്ലപ്പ, ശിവയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കൂ. ഞാൻ ഗിഫ്റ്റ് മേടിക്കാനല്ല വന്നത്, അങ്ങയോട് ഒരു അപേക്ഷ പറയാനാണ് വന്നത്. വേദനഗരത്തിലെ ചില ആളുകൾ അങ്ങയോട് ചെയ്ത തെറ്റിന് മുഴുവൻ ജനങ്ങളെ അങ്ങ് ശിക്ഷിക്കരുത്. ചില ഗുണ്ടകളാണ് നിങ്ങളെ ആക്രമിച്ചത്. അപ്പോ നഗരത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ എന്തിനാ കുറ്റം പറയുന്നത്? പ്രിൻസ്, ന്യൂസ്. ഹേയ്, താനല്ലേ പ്രിൻസിനെ ആക്രമിക്കാൻ അന്ന് വന്നത്? അപ്പൊ ഇതിന്റെ ഒക്കെ അർത്ഥം എന്താന്ന് പറയൂ. ഇന്നത്തെ ഇന്റർവ്യൂ ഇത്രയും മതി. ചെല്ലു, നാളെ കാണാം. ശിവ, നീ ശരിക്കും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ തെറ്റിദ്ധരിച്ചതല്ല, ശരിക്കും എന്റെ തെറ്റിദ്ധാരണ ഇപ്പൊ മാറി. കാരണം നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളുടെ ആൾക്കാരെ കൊണ്ട് നിങ്ങളെ ആക്രമിപ്പിച്ചിരിക്കുകയാണ്. അതാണ് സത്യം. നിങ്ങൾ യാതൊരു തെറ്റും ചെയ്യാത്ത ജനങ്ങളുടെ മേലെ പഴി ചാറിയിട്ട് വേദനഗരത്തിൽ നിന്നും അവർക്ക് ഒന്നും നൽകാതെ അവരെ പുറത്താക്കാനല്ലേ? ഈ വിക്രാലിന്റെ താളത്തിനൊത്ത് ലോകം മുഴുവനും തുള്ളും. നീ വെറും ഞാഞ്ഞൂല്. പിടിക്കുവനെ. എന്താ നോക്കി നിക്കണേ? പിടിക്കവനെ. ഓരോരുത്തരും തിന്നും കുടിച്ചും മതിച്ചും നടക്കാണ് ഇവിടെ. ഒരുത്തന് പോലും ഇതുവരെ ആ കുട്ടിയെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. നാണക്കേട്.
എന്തിനാ തല്ലുന്നേ? എന്തായി കാണിക്കുന്ന? ഈ മണ്ടന്മാരെ കൊണ്ട് ഞാൻ ഉയർത്തുകളവന്. ഇങ്ങോട്ട് നീ കേട്ട് പോകുന്ന വേഗം പിടിക്കവനെ. ചെല്ല. മുകളിലുള്ള തിലകത്തിനേക്കാൾ ശരിക്കുള്ള തിലകം താഴെയാണ് ഉള്ളത്. അതുപോലെ ബുദ്ധിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ അത് വയറിൽ നിന്നാണ് കിട്ടുക. അപ്പൊ വേദാനഗരത്തിന്റെ വേറൊരു ഭാഗം എവിടെയാ ഉള്ളത്? ഇവിടെ രാജകുമാരന്റെ പാലസ് അല്ലേ ഉള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ തിലക്കമുള്ള സ്ഥലം. എന്നാൽ ഏറ്റവും കൂടുതൽ തിലക്കം അതിന്റെ താഴെയാണ് ഉള്ളത്. അതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ കൊട്ടാരത്തിന്റെ താഴെ എവിടെയോ ആണ് ആ പ്രമാണം ഉള്ളത്. പക്ഷേ എവിടെ? അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി എങ്ങനെയാ അറിയാം? ചിലപ്പോ അടുത്ത വരികളിൽ എങ്ങാനും രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകും. അതായത് ബുദ്ധിയുടെ സന്തോഷം എന്ന് വെച്ചാല് വയറ്റിന്ന് പോണെന്നല്ലേ പറഞ്ഞേ? എനിക്ക് വല്ലാതെ വിശന്നിട്ട് വയ്യ. ബുദ്ധിക്കുള്ള സന്തോഷം ഈ വയറ്റിന്ന് തന്നെയാ പോകുന്നത്. വയറിന് സന്തോഷം കിട്ടണമെങ്കിൽ അടുക്കളയിൽ നിന്നേ കിട്ടുകയുള്ളൂ. ശിവയുടെ വീട്ടിലൊന്ന് പോയാലോ? ചിലപ്പോ ആ ഭീംസിംഗ് അടുക്കളയിൽ വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലോ? നീ മിസ്റ്ററി സോൾവ് ചെയ്തിരിക്കുന്നു. അതിന് നീ അടിച്ചെന്തിനാ? ജീനിയസ് ഒന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ കുത്തരുത് കേട്ടോ. നീ ഇപ്പോഴല്ലേ എന്നോട് പറഞ്ഞത് വയറിന്റെ സന്തോഷം അടുക്കളയിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്ന്. ചിലപ്പോ വേദാന്തര രാജാവ് ഇതായിരിക്കും പറയാൻ ഉദ്ദേശിച്ചത്. ബുദ്ധിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ അത് വയറിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. ഇനി അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാൽ, അപ്പൊ വയറിന്റെ സന്തോഷം എവിടെ നിന്നുമാണ് ലഭിക്കുക? അതിനുള്ള ഉത്തരമാണ് കിച്ചൺ. അപ്പൊ കൊട്ടാരത്തിലെ കിച്ചണിൽ രഹസ്യ വഴിയുണ്ട്. അതിലൂടെ പ്രമാണം കണ്ടെത്താം. അതെ, യു ആർ സോ ഇന്റലിജന്റ്. അല്ലേലും ഞാൻ പണ്ട് മുതലേ അങ്ങനെയൊക്കെ തന്നെയാ എന്ന് കരുതി എനിക്ക് ഇതുവരെ അഹങ്കാരമൊന്നുമില്ല. ശിവ, പ്രമാണം എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. വരൂ എന്റെ കൂടെ. കൊട്ടാരത്തിന്റെ അടുക്കളയിൽ കൂടി ഒരു വഴി പോകുന്നുണ്ടെങ്കിൽ അതിൽ കൂടി താഴെ പോകാൻ കഴിയും. അപ്പൊ നമ്മൾ കൊട്ടാരത്തിന്റെ അടുക്കളയ്ക്ക് പോണോ അല്ലേ? അപ്പോ ലഡു സിംഗ് സാറിനെ തീർച്ചയായിട്ടും വിളിച്ചിരിക്കണം. ഹലോ ലഡു സിംഗ് സാർ. യെസ് ശിവ, യെസ്. ഞാൻ ചെയ്യാന്നേ. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആർക്ക് എന്ത് ഉപകാരം വേണ്ടി വന്നാലും ശരി, അവരപ്പ തന്നെ ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിനെ ഓർത്ത് എന്നോട് വിളിച്ച് കാര്യം പറയും. ഞാൻ ഇപ്പൊ തന്നെ മുത്തശ്ശനെ വിളിച്ചിട്ട് കാര്യം പറയട്ടെ. ഹലോ ഹലോ മുത്തശ്ശ, മിസ്റ്ററി സോൾവ് ചെയ്ത് കഴിഞ്ഞു. കേക്കണം. പിന്നെ ശിവ, നീ എന്താ ഒന്നും മിണ്ടാൻ പോലും സമ്മതിക്കാത്തത്? ഹലോ ലഡു സിംഗ് സാർ, ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നിങ്ങൾ അടുക്കള വശത്തേക്ക് വരണം. എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. അഥവാ നമ്മൾ ഗോഡ്സിന്റെ കയ്യിൽ കുടുങ്ങിയാൽ നമ്മൾ പ്രമാണം അന്വേഷിക്കാൻ വന്നതാണെന്നുള്ള രഹസ്യം അവരോട് പറയരുത്. അവരോട് നമ്മൾ കൊട്ടാരം കാണാൻ വന്നതാണെന്ന് പറയണം. ഓക്കേ ബോസ്, അതുപോലെ തന്നെ.
കോൺസ്റ്റബിൾസ് ഇവരെ പോയി കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യേ. വേഗം വേണം. ശരി സാർ. ലഡ്ഡു സിംഗ് സാർ, ഞാൻ എന്തൊക്കെയാണ് ഈ കാണുന്നത്? അന്വേഷണം. ഞങ്ങൾക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. സാറിനെ ആക്രമിക്കാൻ നോക്കിയ ആള് നിങ്ങളുടെ ആൾക്കാരുടെ കൂടെ തന്നെ ഇവിടെ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന്. ഇല്ലില്ല, എന്റെ ആൾക്കാരുടെ കൂട്ടത്തിലൊന്നും അങ്ങനെയുള്ള ആളില്ല. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണ്. സാർ ഒരു അക്ഷരം മിണ്ടാതെ ഇരുന്നാ മതി. എനിക്ക് അധികം സമയം വേണ്ട കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ. പേടറാം, നീ എന്നോടൊപ്പം ഇപ്പൊ തന്നെ വന്നേ. ഈ കൊട്ടാരം മുഴുവനും നമുക്ക് അന്വേഷിക്കണം. വാവ്, എന്താ അടിപൊളി സൈക്കിളേത്. വിളിച്ചോ, ആരോ വരുന്നുണ്ട്. ആ ഭാഗത്തിൽ നിന്നും ആരോ വരുന്നുണ്ട്. വേഗം ഒളിക്കാൻ നോക്ക്. അല്ല, ഇത് നമ്മുടെ ലഡു സിംഗ് സാറാ. എന്തായാലും വന്നത് നന്നായി. ഇനി നമുക്ക് എല്ലാവർക്കും ആ രഹസ്യവാതിൽ കണ്ടുപിടിക്കാം. ശിവ, നിനക്ക് വല്ലതും കിട്ടിയോ? ഇല്ലെന്ന്, ഇതുവരെ ഒന്നും കിട്ടിയില്ല. യൂടി, നിനക്കെങ്കിലും വല്ലതും കിട്ടിയോ? ഇല്ല, കിട്ടിയ ഞാൻ ഉടനെ അറിയിക്കാം സാർ. വല്ലതും കിട്ടിയാ പറയണേ. എന്റെ സാറേ, എന്തിനാണ് ഓരോരുത്തരും ചോദിക്കുന്നത്? സാറിനൊന്ന് ചെന്ന് അന്വേഷിച്ചോണേ. നിങ്ങളെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഞാൻ തന്നെ ഒന്ന് ചെന്ന് അന്വേഷിക്കട്ടെ. കിട്ടി, ഒസിയത്ത് കിട്ടി. പല്ലി. ശിവ, ഇവിടെ ഒന്നും തന്നെ കാണുന്നില്ലല്ലോ. എന്റെ അമ്മോ, ഇത്ര വലിയ തടി കൊണ്ട് എങ്ങനെയാണ് മുളക് പൊടിക്കുന്നത്? ഒന്ന് നോക്കാം ഇത് എന്തുമാത്രം കനോണെന്ന്. അല്ല, ലഡു സിംഗ് സാറിന്റെ തൊപ്പി എന്താ ഇവിടെ കിടക്കുന്നത്? എനിക്ക് തോന്നുന്നത് ലഡു സിംഗ് സാർ ഈ ചുമരിന്റെ അപ്പുറത്തേക്ക് പോയെന്നാണ്. പക്ഷെ അതെങ്ങനെയാ? അങ്ങോട്ട് പോകാൻ വാതിലില്ലല്ലോ, പിന്നെ എങ്ങനെയാ പോവാൻ പറ്റുക? അപ്പൊ അതിന്റെ അർത്ഥം ചുമരിന്റെ അപ്പുറത്തേക്ക് പോവാൻ എന്തോ ഒന്നിവിടെ കാണും. പക്ഷേ ആ വാതിൽ എങ്ങനെയാ തുറന്നത്? നേരത്തെ ഇവിടെ ആദ്യം നിന്നിരുന്നത്. ആദി, നീ അങ്ങനെ എന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. അതായത് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നത് ഈ തടിച്ച ഉരുണ്ടയുള്ള വടി ഇത് ഇങ്ങോട്ടാക്കി. എത്ര മനോഹരമായ സ്ഥലം ഇത്. വാവ്, ഇത് വേദനഗരത്തിന്റെ സീക്രട്ട് വേൾഡ് ആണ്. എനിക്ക് തോന്നുന്നത് ഈ നഗരത്തെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ലെന്നാ. നമ്മുടെ ലഡ്ഡു സിംഗ് സാർ എവിടെ പോയി? ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. അതെ, ഞാൻ ഭൂതമല്ല, ഞാൻ ലഡ്ഡു സിംഗ് ആണ്. എന്നെ തല്ലല്ലേ. ലഡു സിംഗ് സാർ, നിങ്ങളോ? നിങ്ങളെ കണ്ടപ്പോ ഞങ്ങൾ ശരിക്കും ഭൂതാന്ന് വിചാരിച്ചു. ആണോ? ശരി, താങ്ക് യു വെരി മച്ച്. ആദ്യം ഇത് പറഞ്ഞേ, ഭൂതത്തെ എവിടെ കണ്ടത്? അവിടെ ആയിരിക്കും പ്രമാണം. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകണം. ചിലപ്പോ നമ്മൾ മുൻപോട്ട് പോകും തോറും അത് കാണാതാവും. ഞങ്ങൾ ഡയറക്ഷൻ ചെക്ക് ചെയ്യട്ടെ. നോർത്ത് ഡയറക്ഷനിലാ ഉള്ളത്. പെട്ടെന്ന് നമുക്ക് പോവാം. എല്ലാരും അവരവരെ സൈക്കിൾ എടുത്തോളൂ. ലഡു സിംഗ് സർ, കോറിഡോറിൽ ഞങ്ങൾ ഒരു സൈക്കിൾ കണ്ടു. ആ സൈക്കിൾ എടുത്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാം.
വേഗം പോലീസിനെ വിളിക്കേ. പോലീസിനോട് നമുക്ക് ഇപ്പൊ തന്നെ വിവരം പറയണം. ഓ എന്റെ പൊന്ന് സാറേ, സാർ തന്നെയല്ലേ പോലീസ്? ശരിയാണ്. ഇപ്പൊ കണ്ടോ? ഏയ് ഇങ്ങോട്ട് വന്നേ. നിങ്ങൾക്ക് അവിടെ എന്താണ് കാര്യം? അവിടെ ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മര്യാദയ്ക്ക് ഇവിടുത്തെ പൊക്കോ. കണ്ടോ അവന്മാരെ ഞാൻ എങ്ങനെ പറ്റിച്ചെന്ന്? ഓ സാറിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്തൊരു ബുദ്ധിയാണേ. സൈക്കിൾ ഇത് തുറക്കണ്ടേ? ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളുടെ ഈ മുടിഞ്ഞ പരിശോധിക്കാൻ? ആ ലഡ്ഡു സിംഗിനോടും പേടാറാമനോടും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ഇതെന്റെ കൊട്ടാരമാണ്. ഇവിടെ ഒരു പോലീസുകാരന്റെ ആവശ്യം എനിക്കില്ല. വേഗം മടങ്ങിപ്പോയ്ക്കോ. ഇവിടെ എന്തോ കുഴപ്പം നടക്കുന്നു മല്ലപ്പ. ആ ലഡ്ഡു സിംഗും പേടാറാമും അകത്ത് പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. ഓപ്പറേറ്റർ, CCTV ഫുട്ടേജ് കാണിച്ചേ. സ്റ്റോപ്പ്. ആ ടെറസിലുള്ള ഫുട്ടേജ് ഒന്ന് സൂം ചെയ്ത് കാണിക്കേ. റിവൈൻഡ്. എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. അഥവാ നമ്മൾ ഗോഡ്സിന്റെ കയ്യിൽ കുടുങ്ങിയാൽ നമ്മൾ പ്രമാണം അന്വേഷിക്കാൻ വന്നതാണെന്നുള്ള രഹസ്യം അവരോട് പറയരുത്. നമ്മൾ കൊട്ടാരം കാണാൻ വന്നതാണെന്ന് പറയണം. ഓക്കേ ബോസ്, അതുപോലെ തന്നെ. ഒസിയത്ത്? ഓ, അപ്പൊ ഇവരൊക്കെ ഒസിയത്ത് അന്വേഷിച്ചാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ശരിക്കുള്ള ഒസിയത്ത് എവിടെയാ ഉള്ളതെന്ന് എനിക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു ഈ പിള്ളേർക്കെല്ലാം അറിയാമെന്ന്. ഓപ്പറേറ്റർ, അവരെവിടെയാ പോണെന്ന് നോക്ക്. പ്രിൻസ്, അവർ കിച്ചണിലേക്ക് പോയിരിക്കുക. വേഗം കിച്ചണിലേക്ക് ചെല്ല്. വേഗം ബൈക്ക് കൊണ്ടുവരൂ. ശിവയ്ക്ക് മുമ്പ് നമുക്ക് ആ കൊട്ടാരത്തിൽ എത്തിയിരിക്കണം. ഒസിയത്ത് അവിടെ തന്നെ കാണും. മല്ലപ്പ എന്തു തന്നെയായാലും ആ ഒസിയത്ത് ശിവയുടെ കയ്യിൽ കിട്ടാൻ പാടില്ല. ശിവ, ഈ പാലസ് ഒരുപാട് ദൂരെയാണോ? സൈക്കിള് ചവിട്ടി എനിക്ക് കാല് കുഴയുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇതുപോലെ എന്റെ ഗ്രാമത്തിൽ ഞാൻ 2 ദിവസം തുടർച്ചയായിട്ട് സൈക്കിൾ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടേയിരുന്നു. അറിയോ? മതിയാക്കൂ പഴയ വിളമ്പുകാരൻ. സാറേ എവിടെ പോയി? സാറേ ശിവ, ഇനി മുന്നോട്ട് പോകുന്നൊരു വന്യമൃഗങ്ങൾ വന്നാലോ? പേടിക്കേണ്ട. അതെ, അത് നിന്നെ പിടിച്ച് വിഴുങ്ങണമെങ്കിൽ അത് എന്റെ ഒപ്പം ജയിച്ചേ പറ്റൂ. വാവ്, എന്ത് നല്ലൊരു മണം. എത്ര സുന്ദരമായ ഒരു ചെടിയാണ് നീ. ഇത്രയും സുഗന്ധമുള്ളൊരു പൂവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല.
നീയാണല്ലോ എന്റെ പ്രിയ സഖി, എന്റെ പൂവേ സുന്ദരിയായ പൂവേ. ഇതെന്റെ പൂവ്, ഇത് നിന്റെ പൂവ്, ഇതെന്റെ പൂവ്, നിന്റെ പൂവ്, നമ്മുടെ രണ്ടുപേരുടെയും പൂക്കൾ. അല്ല, ഇവർക്ക് എന്താ പറ്റിയത്? എന്ത് സുന്ദരമായ ഒരു പൂവ്. ആഹാ, നല്ല സുഗന്ധമുള്ള എന്റെ പൂവ് മനോഹരമായ പൂവാണല്ലോ. പൂക്കള് വിരിയുന്നുണ്ടല്ലോ. ഡ്രൈവർ, സൂക്ഷിക്കണേ. ഓ, നീ പേടാറാമിനെ പിടിച്ചുവല്ലേ? പക്ഷെ നിനക്ക് എന്നെ പിടിക്കാൻ സാധിക്കില്ല. വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാനിപ്പോ എവിടെയാ വന്നിരിക്കുന്നത്? ശിവ, ശിവ, എന്നെ രക്ഷിക്കേ. ഞാൻ ഇതിനകത്ത് കുടുങ്ങിയിരിക്കുകയാണ്. ശ്വാസത്തിനകത്താണ്. അതെ, യോടെ. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ശിവ, ശിവ, രക്ഷിക്കൂ. ശിവ, മല്ലപ്പ, നമ്മുടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികൾ ഇപ്പോൾ അപകടത്തിലാണ്. അവരവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ലെന്ന് അവരെ അറിയിക്കേ. ഞാനിത് എവിടെയാ കുടുങ്ങിയിരിക്കുന്നത്? എന്നെ രക്ഷിക്കണേ. ശിവ, എന്തെങ്കിലും വേഗം ചെയ്തേ. വേഗം വേണം. എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല. കുട്ടി, നിനക്ക് ഈ കാട്ടിൽ എന്താ കാര്യം? എന്റെ കൂട്ടുകാർക്ക് അപകടത്തിൽപ്പെട്ടു. ദയവേത് ഒന്ന് സഹായിക്കൂ. നിങ്ങൾ ആരും രക്ഷപ്പെടാൻ പാടില്ല. അതിനാ ഞങ്ങളോട് വന്നേക്കുന്ന കുട്ടിയെ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ശിവ, ശിവ, എന്നെ രക്ഷിക്കേ. ശിവ, പിടിച്ച് വലിക്കേ. നല്ല വലിക്കേ. താങ്ക് യു ശിവ. എത്രയും പെട്ടെന്ന് നമുക്ക് പോവാം. താഴെ അപകടമാണ്. നമുക്ക് വേറെ വഴി നോക്കേണ്ടി വരും. ആ വസിയത്ത് എങ്ങനെയെങ്കിലും എനിക്ക് തന്നെ കിട്ടണം. മറ്റാരെ കൊണ്ടും അത് എടുപ്പിക്കരുത്. നല്ല മഴക്കാറുണ്ട്. പെട്ടെന്ന് മഴ പെയ്യും തോന്നുന്നു. അതുകൊണ്ട് എല്ലാരും വേഗം സൈക്കിള് ചവിട്ടിക്കോ. എടാ രാം, താൻ എന്തോടോ ഇങ്ങനെ സൈക്കിൾ ഓട്ടുന്നേ? സാറേ, ഈ പെരുമഴയത്ത് എങ്ങനെ സൈക്കിൾ ഓട്ടാനാണ്? ശിവ, അത് കണ്ടില്ലേ? പ്രിൻസ് വിക്രം. നമ്മളെക്കാളും മുൻപ് അവരവിടെ എത്തും. നമ്മൾ ഇത്രയും വലിയ കാട്ടിൽ നിന്നും അവർക്ക് മുൻപ് അവിടെ എത്തിയേ പറ്റൂ. നിങ്ങൾ എന്നെ ഫോളോ ചെയ്തു വരൂ. എനിക്ക്
കണ്ടോ? ഇപ്പൊ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിന്നോട് ആരാടോ പറഞ്ഞത്? വേഗം പോവാൻ നോക്ക്. രക്ഷപ്പെട്ടു. ഇത്രയും കളറിലുള്ള ആനകളെ ഞാൻ എങ്ങും കണ്ടിട്ടേ ഇല്ല. നിന്റെ ഗ്രാമത്തിൽ ഇതിനേക്കാളും കളർ കൂടുതലുള്ള ആനകൾ ഉണ്ടാവുമല്ലേ? അല്ല, നീ എന്നെ കളിയാക്കുവാണല്ലേ? അപ്പൊ ഇപ്പൊ സമ്മതിച്ചു കഴിഞ്ഞു ബഡായടിയാണെന്ന്. നീ പറഞ്ഞത് മനസ്സിലായില്ല. അതായത് ബഡായടി ആദി, ഈ കാണുന്ന ആനകളെക്കാളും വളരെ ഉയരത്തിലാണ് നീ പറയുന്ന ബഡായി എന്ന്. ദേ അത് കണ്ടോ, എത്ര ക്യൂട്ടായിട്ടുള്ള ഒരു മങ്കി. കൊള്ളാലോ, ഇത് ഫ്ലൈയിങ് മങ്കിയാണ് കേട്ടോ. ശിവ, കൊരങ്ങനെ രക്ഷപ്പെടുത്താൻ പോയി നിന്റെ ജീവൻ അപകടത്തിലാക്കരുത്. സൂക്ഷിച്ചു വേണം. നിന്നോടല്ലേ ഇവിടുന്ന് പോവാൻ പറഞ്ഞത്? മര്യാദക്ക് പോവാൻ. എന്നെ വിഴുങ്ങല്ലേ, എന്നെ അറിയില്ല, രക്ഷിക്കണേ ശിവ. ഓടിക്കോ, നിന്റെ പുറകെ പാമ്പുണ്ട്, പാമ്പിന്റെ പുറകെ ഞങ്ങളെ വരുന്നുണ്ട്. എന്റെ അമ്മോ, മുത്തശ്ശേരി എന്നെ വെറുതെ വിടില്ല ശിവ. ഞാൻ ചാടി നിന്നെ രക്ഷപ്പെടുത്താന്ന് കരുതിയതാ. അതിനു മുമ്പേ ആ പാമ്പ് നിന്നെ വിട്ടല്ലോ, അതാ വരാ ഞാൻ. മതിയാക്ക് ബഡായടി. ഫ്ലൈയിങ് മങ്കി. പൊയ്ക്കോ, നീ പോയി കാടിന്റെ അകത്ത് പോയി കളിക്ക്.
പക്ഷേ സ്നേക്കിന്റെ കയ്യിൽ അകപ്പെടാതെ നോക്കണം. അതെ അതെ, സൂക്ഷിച്ചു വേണം കളിക്കാൻ. ചെല്ലേ, എന്ത് സുന്ദരമായ കൊരങ്ങനാണ് നീ. ശരിക്കും കാണാൻ ക്യൂട്ടായിട്ടുണ്ട്. ശിവ, കൊരങ്ങനെ രക്ഷപ്പെടുത്താൻ പോയി നിന്റെ ജീവൻ അപകടത്തിലാക്കരുത്. സൂക്ഷിച്ചു വേണം. വേണ്ട വേണ്ട, എന്നെ തല്ലല്ലേ. എന്താത്, നിന്നെ ഞാൻ പുകഴ്ത്തി പറഞ്ഞതിന് നീ എന്നെ തല്ലുന്നേ. വേണ്ട വേണ്ട. അതിന് ശരിക്കും ഇപ്പോഴാണ് ഓർമ്മ വന്നത് ലഡു സിംഗ് സർ. നിങ്ങൾ ആ സമയത്ത് പറഞ്ഞില്ലേ ഈ മങ്കിയെ രക്ഷിക്കാൻ പോയിട്ട് സ്വന്തം ജീവൻ അപകടപ്പെടുത്തരുതെന്ന്. നമുക്ക് ആ ബോട്ടിലൂടെ നദി ക്രോസ് ചെയ്യണം. എന്നിട്ട് ആ നേരെ കാണുന്ന ഡയറക്ഷനിലോട്ട് വേണം പോവാൻ. വളരെ വേഗത്തിൽ ഓടിക്കണം. അവരൊരിക്കലും ആ ബോട്ടിന്റെ അടുത്ത് എത്താൻ നമ്മൾ സമ്മതിക്കരുത്. മല്ലപ്പ, വേഗത്തിൽ സൈക്കിൾ ഓടിക്കൂ. വേഗം സൈഡിലേക്ക് മാറൂ. ഇനി ഒരിക്കലും ശിവയ്ക്കും കൂട്ടുകാർക്കും ഒസിയത്തുള്ള കൊട്ടാരത്തിൽ എത്താൻ പറ്റില്ല. നിങ്ങൾ എല്ലാവരും നേരെ നടന്ന് ആ നദിയുടെ അടുത്തേക്ക് എത്തിക്കോളൂ. അതിനുള്ളിൽ ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. ശരി. ഈ വിക്രാലിന്റെ താളത്തിനൊത്ത് ലോകം തന്നെ തുള്ളുന്നതാണ്. നീയൊക്കെ വെറും ഞാഞ്ഞൂലല്ലേ. അവരൊക്കെ ആ നദി കടന്ന് എത്തും മുൻപേ നമുക്കൊക്കെ ആ കൊട്ടാരത്തിലെത്തി ഒസിയത്ത് കൈക്കലാക്കണം. ശിവ, അവിടെ നിൽക്ക്. എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്ന പ്രിൻസ് അങ്കിൾ? ശിവ, മര്യാദയ്ക്ക് അനുസരിക്ക്, ഇല്ലെങ്കിൽ കഥ തീർക്കും ഞാൻ. ഇല്ല, ഈ വഴിയിലൂടെ അവരുടെ പുറകെ നമുക്ക് എത്താനേ പറ്റില്ല. മുന്നോട്ട് ക്യുക്ക് സാൻഡലാണുള്ളത്. ശിവ, അത് കണ്ടില്ലേ, അവിടെ ആഴം വളരെ കുറവാണ്. നമുക്കെല്ലാവർക്കും ബൈക്കിൽ അതിലൂടെ പോവാൻ പറ്റും. അല്ല, ഈ പ്രകാശം എവിടെ നിന്നാ വരുന്നത്? ദേ രേവ, അവിടെ നിന്നാ വരുന്നത്. ഫ്ലൈയിങ് ഫിഷസ്, എന്ത് രസം നിങ്ങളെയൊക്കെ കാണാൻ. ഈ ഫിഷിനൊക്കെ കണ്ടിട്ട് ഫിഷ് ഫ്രൈ തിന്നാൻ കൊതിയാവുന്നു. അതെ,
ഞാൻ ഫിഷിംഗിലെ എക്സ്പേർട്ട് ആണ്. ഞങ്ങളുടെ പോലീസ് കമാൻഡോ ട്രെയിനിങ്ങിൽ ഏത് തരം മീൻ പിടിക്കാനും ഞങ്ങൾക്ക് നന്നായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ മീൻ പിടിക്കുന്നത് കണ്ട് നിങ്ങളൊക്കെ സൂഹിക്കാൻ പോവാണ്. കടിക്കില്ല 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 കടിക്കില്ല. ശിവ, ഇത് കളിക്കുന്ന മീനാണല്ലോ, എന്നെ രക്ഷിക്കേ. കടിക്കല്ലേ കടിക്കില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ? ഇതെന്താ എല്ലാ ഭാഗത്തും കടിക്കുന്നുണ്ടല്ലോ. ലഡു സിംഗ് സാറേ, ഈ ഫിഷ് കഴിക്കുന്ന പ്ലാൻ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അതിന് പകരം നമുക്ക് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാം. ഓക്കെ ശിവ. ചെല്ലു, അവന്മാരെ പിടിക്കേ. ആരെയും വെറുതെ വിടരുത്. ആ പിള്ളേർ എന്നെ കളി പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. വരൂ, പ്രിൻസ് വിളിക്കുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോ. രക്ഷപ്പെടാൻ കഴിയില്ല. നീ ഉടൻ തന്നെ സൈക്കിളിലേക്ക് ചാടിക്കോ. വേഗം ശിവ, ശിവ വേഗം പോ. ആദ്യം യോടിയും ഏത് ഭാഗത്താ പോയത്? അവരെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ മലയുടെ പുറകെയാണ് ഡ്രാഗൻ അവരെ കൊണ്ടുപോയിരിക്കുന്നത്. ശിവ, സൂക്ഷിച്ച് വേണം. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. ഓടിക്കോ ഓടിക്കോ. അതെ രേവ, ഞാനിപ്പോ നിന്നെ എങ്ങനെ സഹായിക്കാനാ? എന്നെ രക്ഷപ്പെടുത്താൻ തന്നെ ആരപ്പ സഹായിക്കാ?
ഹായ് മുത്തശ്ശ, കറക്റ്റ് സമയത്തിന് എത്തി ഞങ്ങളെ രക്ഷപ്പെടുത്തി. മുത്തശ്ശ, ഞാൻ കൃത്യസമയത്ത് തന്നെ നിങ്ങളെ ഫോൺ ചെയ്ത് വരുത്തിയത്. ആദ്യമായിട്ടാണ് ഇവിടെ എല്ലാവർക്കും നിങ്ങളുടെ പാട്ടിനോടൊരു ആരാധന തോന്നിയത്. ആരുടെ വയറ്റിലാണ് ആദ്യം പോകാൻ പോകുന്നത്? ഈ കുട്ടികളുടെ വയറ്റിലാണോ എന്റെ തള്ളയുടെ വയറ്റിലാണോ അറിയില്ല. അമ്മയുടെ വയറ്റിലാണ് പോയെങ്കില് തീർച്ചയായും നമ്മുടെ എല്ലൊക്കെ പൊടിഞ്ഞു പോകും. കുട്ടികളുടെ വയറ്റിലാണ് പോണെങ്കില് കുറേശ്ശെ അത് വിഴുകുകയുള്ളൂ. എന്തായാലും നമുക്ക് അപകടം തന്നെ. ബാറ്ററി ലോ ആണ്. എമർജൻസിക്ക് വേണ്ടി കുറച്ച് സൂക്ഷിച്ചേ പറ്റൂ. ക്ലൂ ടയർ ഓൺ ചെയ്താലേ ശരിയാവൂ. പെട്ടെന്ന് ഈ റോഡ് പിടിച്ച് ചാടാൻ നോക്ക്. എന്റെ ശിവ എത്തിയല്ലോ. ആഹാ, എന്റെ ശിവ വന്നുവല്ലോ. എന്തിനാ നിങ്ങനെ ഡാൻസ് ചെയ്ത് സമയം വേസ്റ്റ് ആക്കുന്നേ? വാ നമുക്ക് പോവാം. ശിവ, എഴുന്നേക്ക്, എഴുന്നേക്ക് ശിവ. മോനെ, നീ എത്ര ബലവാനാണ്. നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എഴുന്നേക്ക്. കണ്ണു തുറക്ക് ശിവ, പ്ലീസ്. ഒന്ന് എണീക്കൂ പ്ലീസ് ശിവ. എനിക്ക് ശിവ, ഒന്ന് കണ്ണ് തുറക്ക്. ശിവ, എനിക്ക് ശിവ, 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 എനിക്കല്ല പറഞ്ഞ. നല്ല കാലം നീ സുഖപ്പെട്ടു. എനിക്ക് ഒരു കുഴപ്പമില്ല മുത്തശ്ശ, ഞാൻ നന്നായിരിക്കുകയാണ്. ശിവ, നിന്നെ സുഖപ്പെടുത്തിയത് ഈ ഫ്ലൈയിങ് മങ്കിയാണ്. പച്ചമരുന്നുകൾ കൊണ്ടുവന്ന് നിന്നെ കുടിപ്പിച്ചു. നന്ദി കൂട്ടുകാരാ, നീ ഏറ്റവും വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. എന്നീ വന്നൊന്ന് കെട്ടിപ്പിടിക്ക കൂട്ടുകാരാ.
നീ ഇന്ന് വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ശിവ കൊരങ്ങനെ രക്ഷപ്പെടുത്താൻ പോയി നീ നിന്റെ ജീവൻ അപകടത്തിലാക്കരുത്. പറഞ്ഞേ ഇനി ഒരിക്കലും ഞാൻ ഈ കൊരങ്ങനോട് എന്നെ കെട്ടിപ്പിടിക്കാൻ പറയില്ല. ലഡു സിംഗ് സാറേ, ഇത് ഇനി നിങ്ങളെ ഒരിക്കലും മറക്കില്ല. മുത്തശ്ശ, പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ തിരിച്ചു പൊയ്ക്കോളൂ പ്ലീസ്. മുത്തശ്ശ, ഇനി അങ്ങോട്ട് അപകടം പിടിച്ച വഴികളാ. കോൺസ്റ്റബിൾസ്, മുത്തശ്ശനെ സൂക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കണം. ചെല്ലേ. ഓക്കെ സാർ. ഇനി എന്ത് ചെയ്യും ശിവ? നമ്മൾ എത്തുന്നതിന് മുൻപ് അവർ ആ കൊട്ടാരത്തിൽ എത്തുന്ന തോന്നുന്നത്. കൂടാതെ നമ്മളുടെ അടുത്ത് ഇപ്പൊ സൈക്കിൾ പോലും ഇല്ലല്ലോ. ഒരു മിനിറ്റ്, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഈ ചെറുക്കൻ തോറ്റ് പിന്മാറുന്ന ലക്ഷണമേ ഇല്ല. ഇവന്റെ കഥ തീർത്തേ പറ്റൂ. എല്ലാവരും ശരിക്കും മുറുകെ പിടിച്ചോണം. ഞാൻ സ്പീഡ് കൂട്ടാൻ പോവാണ്. ശിവ, വേഗം സ്പീഡ് കൂട്ടിക്കോ. അവർ നമ്മുടെ പുറകെ തന്നെയുണ്ട്. അവന്മാര് ശിവനെ പിടിക്കുന്ന തോന്നണേ. എങ്ങനെ പിടിച്ചോണ്ട് പോകാനാ? അതിനല്ലേ ശിവയുടെ മുത്തച്ഛന്റെ പാട്ടുള്ളത്. മുത്തശ്ശൻ തിരിച്ചു പോയിട്ടേ ഇല്ല. പ്രിൻസ്, പുറകിലോട്ട് നോക്കൂ. വാ, സ്പീഡിൽ പോവാം. എനിക്ക് തോന്നുന്നു വഴി ഇവിടെ അവസാനിക്കുകയാണെന്ന്. അതുകൊണ്ട് മിക്കവാറും നമ്മുടെ കഥ ഇന്നത്തോടെ തീരും. ശിവോ, ശിവോ, പുറകെ വലിയ മഞ്ഞുരുണ്ട് വരുന്നുണ്ട്. ശരിക്കും നമ്മൾ കുടുക്കി പോകാൻ തോന്നുന്നു. ആദ്യമൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അല്ല, അവൻ പറഞ്ഞത് ശരിയല്ലേ? കൂട്ടുകാരെ, നിങ്ങളുടെ കൂടെ ഞാനുണ്ടല്ലോ. റെഡി, സ്റ്റഡി, ഹോൾഡ് ഓൺ, ഗോ. നിൽക്കൂ, ആരും മുന്നോട്ട് വരരുത്.
ബ്രിഡ്ജ് ഗേറ്റ് അകത്തുനിന്ന് തുറക്കാൻ പറ്റൂ. അകത്തേക്ക് പോകാൻ ഒരു വഴിയും ഇല്ലെന്ന് തോന്നുന്നു. അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ ആ മുതലകളുടെ മുതുകത്തൂടി ചവിട്ടി വേണം പോവാൻ. ഫുൾ ബാറ്ററി ചാർജ് തീർന്നു. ഇനി സൈക്കിൾ പൊക്കി പറക്കാൻ കഴിയില്ല. ഡോണ്ട് വറി ശിവ, ഡോണ്ട് വറി. ഞാൻ പോലീസിൽ കമാൻഡോ കോഴ്സ് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. നീ മരം കണ്ടോ? ഈ മരത്തിന് നീ എങ്ങനെയാണ് ഒന്ന് വളച്ചെടുക്ക്. എന്നിട്ട് നീ കണ്ടോ ഞാൻ എങ്ങനെയാണ് ഇവിടുന്ന് അപ്പുറത്തേക്ക് കിടന്ന് ഗേറ്റ് തുറക്കാൻ പോണെന്ന്. ചെല്ല് ചെല്ല്. ഓക്കെ ശിവ, ഇപ്പൊ തന്നെ നീ ആ ക്ലാമ്പ് റിലീസ് ചെയ്തോ. ഞാൻ നേരെ ചെന്ന് ആ കൊട്ടാരത്തിന്റെ മുറ്റത്ത് ചെന്ന് ലാൻഡ് ആവും. ലഡ്ഡു സിംഗ് സാറേ, താഴെ വീഴാതെ നോക്കണേ, അല്ലെങ്കിൽ പൊടി കാണൂല. നീ എന്തിനാ വെറുതെ അങ്ങനെ സാറിനെ പേടിപ്പിക്കുന്ന? സാറൊരു ജോലി ഏറ്റെടുത്ത അതിൽ ചിലപ്പോ വിജയിക്കില്ല, പക്ഷെ എന്തായാലും മൂപ്പര് ശ്രമിക്കുമല്ലോ. എന്റെ അപ്പുറത്തേക്കല്ല അയക്കാൻ പറഞ്ഞത്. എന്തിനാ കൊക്കയിലേക്ക് പറഞ്ഞു വിടണേ? ശിവ, ശിവ. അല്ല സാർ, മുകളിലേക്ക് എടുത്ത് ചാടിയപ്പോ അപ്പുറത്തേക്കല്ലേ വീഴാനുണ്ടായിരുന്നത്. എന്തിനാ ഇപ്പുറത്തേക്ക് വീണത്? പേടാറാം സാർ സാറിനെ കുറിച്ച് പറഞ്ഞത് എത്ര ശരിയാണ്. കലക്കി ശിവ, വെൽ ഡൺ. ഞങ്ങളുടെ കമാൻഡോ കോഴ്സിലും ഇങ്ങനെ തന്നെ പഠിപ്പിച്ച് തന്നിരിക്കുന്നേ. വെരി ഗുഡ്. അവസാനം കൊട്ടാരത്തിലുള്ള ഓസിയത്തെ എടുക്കാൻ എത്തി. ഈ ബോധൽ എന്താ തുറക്കാത്തെ? ചിലപ്പോ രഹസ്യ താക്കോൽ ഇതായിരിക്കും. ഈ പൂക്കളുടെ ഇതഴുകളെല്ലാം ഒരേ ദിശയിൽ കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോ ഈ വാതിൽ തുറക്കായിരിക്കും. നീ പറഞ്ഞത് വളരെ ശരിയാണ് ശിവ. വന്നേ, എല്ലാരും ശക്തി ഉപയോഗിച്ചതിനെ തുറക്കാം. ശിവ, ഇവിടെ ശരിക്കും ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അത്ര ഉയരത്തിൽ എങ്ങനെയാണ് പോവാൻ സാധിക്കുക? ഇപ്പൊ എന്റെ സൈക്കിളിന്റെ ബാറ്ററി മുഴുവനുമായി തീർന്നിരിക്കുന്നു. അതിന് നീ എന്തിനാ കിടന്ന് ബുദ്ധിമുട്ടുന്നത്?
ഈ ഞാനുണ്ട്. മല്ലപ്പ, നീ ശരിക്കും ആ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കേ. ഞാൻ പോയി ആ ഒസിയത്ത് എടുത്തോണ്ട് വരാം. കുട്ടി, നിനക്ക് എന്റെ ശക്തിയെ കുറിച്ച് അറിയാൻ മേലാത്തോണ്ടാ നിന്റെ നല്ലതിന് വേണ്ടി പറയാ. നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വരരുത്. ഫൈറ്റ് ചെയ്യുന്നത് ശക്തി ഉപയോഗിച്ചിട്ടല്ല, ബുദ്ധി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അറിയില്ലേ. ആ പിന്നെ എന്നെ കുട്ടിയെന്ന് മാത്രം വിളിക്കരുതേ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇതെന്താ ഈ ബോക്സ് കയ്യിൽ പിടിക്കാൻ പറ്റാത്തത്? ബോക്സ് മുകളിലല്ല, താഴെയാണ് ഉള്ളത്. മുകളിലെ ബോക്സിന്റെ റിഫ്ലക്ഷൻ ആണ്. ശിവ, ഞാൻ പോയി എടുത്തു കൊണ്ടുവരാം. നീ പോകണ്ട രേവ, ഞാൻ പോയി കൊണ്ടുവരാം. ഞങ്ങളുടെ കമാൻഡോ ട്രെയിനിങ്ങിൽ ഇതും ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ശിവ, മര്യാദയ്ക്ക് ആ ഒസിയത്ത് ഇങ്ങോട്ട് തരൂ. പകരം എന്ത് വേണമെങ്കിലും ഞാൻ തരാം. നിങ്ങൾക്ക് ഒസിയത്തല്ല തരേണ്ടത്, ജയിൽ ശിക്ഷയാ. ലഡു സിംഗ് സർ, ഇയാളെ അറസ്റ്റ് ചെയ്യൂ.
ഐ, ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും ഇതുപോലെ മോഷ്ടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും മോഷ്ടിക്കരുത്, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. അതോടെ ആ കള്ളൻ മോഷ്ടിക്കുന്ന പണി നിർത്തിക്കളയും. നീ ഞങ്ങളുടെ നഗരത്തിൽ വന്ന് മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണോ? യു ആർ അണ്ടർ അറസ്റ്റ്. ഇങ്ങ് തരാൻ, ആ വസിയത്ത് ഇങ്ങ് തരാനാ പറഞ്ഞത്. മല്ലപ്പ, ആ ശിവയെ ശരിക്കൊരു പാഠം പഠിപ്പിക്കേ. വസിയത്ത് ഞാൻ കൈക്കലാക്കാം. ഇന്ന് ഞാൻ നിന്റെ കഥ അവസാനിപ്പിച്ചിരിക്കും കുട്ടി. ഈ വിക്രാലിന്റെ താളത്തിനൊത്ത് ലോകം തന്നെ തുള്ളും. നീ വെറും ഞാഞ്ഞൂല്. ഇയാൾ ഭയങ്കര ശക്തി ഉള്ളവനാ. ഇയാളുടെ മസിൽസ് എങ്ങനെയെങ്കിലും ശക്തി ഇല്ലാതാക്കണം. ഇനി ഒസിയത്തൊന്നുമില്ല. ഇനി നിനക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. മതി, ഇനി തല്ലരുത്. തല്ലുകൊള്ളാനുള്ള ശക്തി എനിക്കില്ല. ഫൈറ്റ് ചെയ്യാൻ അറിയില്ലെന്ന് കള്ളം പറഞ്ഞാണല്ലേ. ഇത്ര നേരം ശിവയല്ല ഫൈറ്റ് ചെയ്തത്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ. എന്നാ ഞാൻ പിന്നെ നിന്റെ കൂടെ തല്ലുകൂടാം. ശിവ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അല്ല, മുത്തശ്ശൻ പോയില്ലായിരുന്നോ? നിന്നെ ഇവിടെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകാനാ? മുത്തശ്ശൻ പോയില്ലെങ്കിൽ എന്താ, വസിയത്ത് പോയല്ലോ. ഇനി ഈ നാട് മുഴുവനും എന്റേതാണ്. ഇനി ആർക്കും ഒരവകാശവുമില്ല. ശരിക്കുള്ള വസിയത്ത് ലഡു സിംഗ് സാറിന്റെ കയ്യിലുണ്ട്. ബോക്സ് കിട്ടിയപ്പോ തന്നെ വസിയത്ത് എടുത്ത് ഞാൻ ലഡു സിംഗ് സാറിന്റെ കയ്യിൽ കൊടുത്തു. ഇതാണ് വസിയത്ത്. ഇനി ഇത് ശരിക്കുള്ള പ്രിൻസ് വന്ന് വേദ സിറ്റിയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും. എന്ത് ശരിക്കുള്ള പ്രിൻസോ? അതെ ശിവ, ഞാൻ അമേരിക്കയ്ക്ക് ഫോൺ ചെയ്ത് ശരിയായ പ്രിൻസിനെ കണ്ടുപിടിച്ചു. എനിക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു ഇവൻ ശരിയായ പ്രിൻസ് അല്ലെന്ന്. ആരുടെ പൂർവികർ അവരുടെ ഭൂസ്വത്ത് മുഴുവൻ നഗരത്തിലെ ജനങ്ങൾക്കായി കൊടുത്തുവോ അത് ആർക്കും തന്നെ തട്ടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അമേരിക്കയിലേക്ക് ഫോൺ ചെയ്ത് ശരിയായ പ്രിൻസിനെ കണ്ടെത്തി. ഈ വിക്രാൽ എന്റെ ഒരു സുഹൃത്താണ്. ഒരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞ് എന്റെ ജീവചരിത്രം മുഴുവനും എന്നെ പറ്റിച്ച് മനസ്സിലാക്കി. വേദ നഗരത്തിലുള്ളവർക്ക് ശരിക്കുള്ള പ്രിൻസിനെ അറിയില്ലെന്ന് ഇവൻ അറിയാമായിരുന്നു. അത് ഇവൻ ശരിക്കും മുതലെടുത്ത് ഇവിടെ മൊത്തം കൈക്കലാക്കാൻ വന്നു. ഈ നഗരം എന്റെ മുത്തച്ഛൻ വേദാന്ത് നിങ്ങൾക്ക് സ്വന്തമായി തന്നതാണ്. ഈ നഗരം നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രമായിരിക്കും. ഇവിടെ നിന്നും ആരും തന്നെ നിങ്ങളെ പുറത്താക്കില്ല. പ്രിൻസ് വേദകുമാർ ജയിക്കട്ടെ. വേദകുമാർ ജയിക്കട്ടെ. പ്രിൻസ് വേദകുമാർ ജയിക്കട്ടെ.
എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അഹങ്കാരത്തോടെ പറയുമായിരുന്നു, ഈ വിക്രാലിന്റെ താളത്തിനൊത്ത് ലോകം മുഴുവൻ തുള്ളുമെന്ന്. പാഴ്വാക്ക്, എല്ലാം പാഴ്വാക്കാണ്. ഈ വിക്രാൽ ഒരു ചുക്കുമല്ല. ശിവയുടെ താളത്തിനൊത്താണ് ലോകം തുള്ളുക. Watch India's largest kids library only on Jio Hotstar. Download the app now.